നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ വേദനയുടെ ആശ്വാസം വയ്ക്കാനോ എന്നെ സമാധാനിപ്പിക്കാനോ ആർക്കും കഴിയില്ല. അതിന് ആരും ശ്രമിക്കുകയും വേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. എനിക്ക് വേണ്ടി ഇവിടെ വരെ വന്ന് ഒരാഗ്രഹം പറയുമ്പോ മാഡം ഞങ്ങൾക്കൊരു 5 മിനിറ്റ് സമയം തന്നാ മതി. ഇവിടുത്തെ പിറന്നാളാഘോഷത്തിന്റെ തിരക്കൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതിനിടയിൽ ഒരു 5 മിനിറ്റ്. പോട്ടെ അമ്മേ, 5 മിനിറ്റ് അല്ലേ? പാവങ്ങൾ ആഗ്രഹിച്ചു വന്നതല്ലേ, നിരാശപ്പെടുത്തണ്ട. കല്യാണത്തിന് അറേഞ്ച്മെന്റ്സും ഇവർക്ക് തന്നെ കൊടുത്താൽ അതാ ഞാൻ പറഞ്ഞത്. നമുക്കതങ്ങനെ ചെയ്യാം സാറേ. അശ്വിൻ സാറ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു എന്ന് പറഞ്ഞു. രാജു, താഴെ എന്താ ഒരു ശബ്ദം? ഇവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആരാണ് ഇവർക്ക് നൃത്തം ചെയ്യാൻ ഇവിടെ അനുവാദം കൊടുത്തത്? ഈ വീട്ടിൽ ചിലങ്കയുടെ ശബ്ദം കേട്ടു പോരുതെന്ന് എന്നോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം എനിക്ക് ഓർക്കാൻ അറപ്പുള്ള ഓർമ്മകളെ, എന്നെ ഉപേക്ഷിച്ചിറങ്ങിപ്പോയവരുടെ ജീവിതത്തെ എന്നോ ഞാൻ മനസ്സിൽ നിന്നും പറിച്ചു മാറ്റിയ എന്റെ കഴിഞ്ഞ കാലത്തെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുക. എന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഭ്രാന്തരാക്കുന്നത്? മതി, നിർത്താൻ നമുക്കിതല്ല. ആഘോഷങ്ങളും ഇല്ല, ചടങ്ങുകളും ഇല്ല, ഒന്നുമില്ല. അയ്യോ സർ, എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട ഒരു പ്രതാപവർമ്മയുണ്ട്. ആ പ്രതാപവർമ്മയുടെ മുഖം ആരും കാണാൻ വാശി പിടിക്കരുത്. എല്ലാവർക്കും മടങ്ങി പോവാം. സർ, സർ, വർമ്മ സർ, സർ. മാഡം, മാഡം സങ്കടപ്പെടല്ലേ മാഡം. എടാ ദീപകെ, നിനക്കെന്തെങ്കിലും മനസ്സിലായോ? എന്താ അമ്മേ? ആ ഡാൻസ് ടീച്ചറെ വിളിച്ചു വരുത്തിയത് വേറെ ആരുമല്ല, ഞാനാ. ഡാൻസ് ചെയ്ത കുട്ടികളും നമ്മുടെ ആളുകളാ. നിന്റെ അമ്മാവന്റെ ഭാര്യ ഒരു കലാകാരിയായിരുന്നു, വലിയ നർത്തകി. ചിലങ്കിയുടെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചാ മതി, നിന്റെ അമ്മാവന്റെ BP കൂടും. ചുറ്റുപാടും മറന്ന് മതം പിടിച്ച ആനയെ പോലെ സർവ്വതും തകർത്ത് തരിപ്പണമാക്കും. ഇനിയിവിടെ ബർത്ത്ഡേ ആഘോഷവും നടക്കില്ല, എൻഗേജ്മെന്റും നടക്കില്ല. എങ്ങനെയുണ്ട്? തകർത്തമ്മേ, അമ്മ വേറെ ലെവലാ.
ഈ രമ്യ എന്തിനാ അവിടുത്തെ തിരുനടയിൽ ഇന്ന് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? പതിവ് പോലെ പരിഭവങ്ങളും പരാതികളും പറയാനാണെന്നാവും അവിടുത്തെ വിചാരം, അല്ലേ? ഋതിക രാജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന് എന്റെ ആഗ്രഹത്തിന് തടസ്സമാകുമെന്ന് ഞാൻ ഭയന്നപ്പോ അവിടുത്തെ തിരുനടയില ഞാൻ അഭയം പ്രാപിച്ച് എന്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടു. ഇന്ന് ഋതികയുടെ വിവാഹ നിശ്ചയ. എല്ലാ ഐശ്വര്യത്തോടും കൂടി മംഗളായിട്ട് ആ ചടങ്ങ് നടക്കണം. സർ, വെള്ളം. എന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ നിലനിൽക്കുന്ന വിഷം എത്ര വെള്ളം കുടിച്ചാലും മാറില്ല രാജു. സർ, എന്തിനാ സാർ ഇങ്ങനെ ടെൻഷനാവുന്ന? മനസ്സ് ഒന്ന് ശാന്തമാക്ക് സർ. വർമ്മ സാറിന്റെ മാനസിക വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ മനസ്സിനേറ്റ മുറിവിന്റെ വേദന നീ ചിന്തിക്കുന്നതിലും ഒരുപാട് വലുതാ രാജു. എന്റെ വേദനയുടെ ആശ്വാസം വയ്ക്കാനോ എന്നെ സമാധാനിപ്പിക്കാനോ ആർക്കും കഴിയില്ല. അതിന് ആരും ശ്രമിക്കുകയും വേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. നിനക്ക് പോവാം. സർ, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. സാറിന്റെ മുന്നേ വന്ന് നിൽക്കാനുള്ള അർഹത പോലും എനിക്ക് ഇല്ലാന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ വർമ്മ സാർ ഇത്ര ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞിട്ട് കൂടി ധൈര്യം സംഭരിച്ച് ഞാൻ ഇവിടേക്ക് വന്നതാ. എനിക്കറിയില്ല സാറിനോട് ഇത് എങ്ങനെ ചോദിക്കണമെന്ന്. താഴെ നിൽക്കുന്നവരെല്ലാവരും അവിടെ തന്നെ നിൽക്കണോ അതോ മടങ്ങിപ്പോണോ എന്നറിയാതെ നിൽക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.